ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു. മുഹൈദ്ദീൻ മാലയിലത്തെ ഒരു ആമുഖം. ഇന്ന് ഞാൻ അതിലത്തെ കുറച്ച് വരികൾ വായിച്ച് അതിൻ്റെ സാരം കൂടി വായിക്കുന്നു. അല്ലാ തിരുപേരും തൂതിയും സ്വലാവാത്തും അതിനാൽ തുടങ്ങുവാനരുൾ ചെയ്ത വേദാംബർ ആലം ഉടയവൻ ഏകൻ അരുളാലെ ആയേ മുഹമ്മദവർ കിള ആണോവർ എല്ലാ കിളിയിലും ബംഗിളായോവർ എല്ലാ ദിശയിലും കേളി മികച്ചോവർ സുൽത്താനുൽ മൗലിയ എന്ന പേരുള്ളോവർ സയ്യിദവർ തായും ബാവയും ആണോവർ ബാവാ മുതുവിന് കുതുബായി വന്നോവർ ബാണം അതേറിയും കേളി നിറഞ്ഞോവർ ഇരുന്ന ഇരുപ്പിന്നേൽ ആകാശം കണ്ടോവർ ഏറും മലക്കുത്തിൽ രാജാളി എന്നോവർ ഭരത്ത് ശ്രീ അത്തനും കടലുള്ളോവർ ഇടത്ത് ഖലീഫ ഹഖീഖത്തിനും ഇടത്ത് ഹഖീഖത്തിനും കടൽ ഉള്ളോവർ ആകാശത്തും മേലും ഭൂമിക്ക് താഴേക്കും അവരെ കൊടിനീളം അത്തിരയുള്ളോവർ. ഇതിൻ്റെ അർത്ഥങ്ങൾ പറയുന്നു. അതിനുശേഷം ഞാൻ ആശയവും പറയാം. അർത്ഥവിശദീകരണം. സ്വലാവാത്ത് പ്രാർത്ഥന. സ്വലാവാത്ത് പ്രാർത്ഥന. ആലം ലോകം. സുൽത്താനുൽ ഔലിയ വിശുദ്ധരുടെ നേതാവ്. ശരീഅത്ത് നിയമം. ഹഖീഖത്ത് വസ്തുത. ഇതിൽ ഈ വരികൾ ചൊല്ലിയത് എനിക്ക് ഈ മാപ്പിളപ്പാട്ട് രീതിയിലൊന്നും പാടാൻ അറിയില്ല. അപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിലാണ് ഞാൻ പാടിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ആശയം കൂടി ഞാനൊന്ന് വായിക്കാം. ദൈവത്തിൻ്റെ തിരുനാമത്തിൽ സ്തുതിച്ചും നബിയുടെ പേരിൽ സ്വലവാത്ത് ചൊല്ലിയുമാണ് നല്ല കാര്യങ്ങൾ തുടങ്ങേണ്ടത്. ദൈവ തീരുമാനപ്രകാരം മുഹമ്മദ് നബിയുടെ കുടുംബ പരമ്പരയിൽ ജനിച്ച മഹാനാണ് മുഹീദ്ദീൻ ഷെയ്ഖ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തി എല്ലാ ദിശയിലും എത്തിയിട്ടുണ്ട്. വിശുദ്ധരുടെ നേതാവാണ് അദ്ദേഹം. സൂഫി വര്യന്മാരിൽ ഓരോ കാലത്തുമുള്ള ആചാര്യന്മാരുടെ നേതാവാണ് മുഹീദ്ദീൻ ഷെയ്ഖ്. ഇരുന്ന ഇരുപ്പിൽ 7 ആകാശങ്ങളും കണ്ട അദ്ദേഹം അദൃശ്യലോകത്തിൽ ഉയരെ പറക്കുന്ന കിളിയാണ്. മതാനുഷ്ഠാന നിയമങ്ങളായ ശരീഅത്തും ആത്മീയ സാക്ഷാത്കാരമായ ഹഖീഖത്തും ഇരുഭാഗങ്ങളിലുമുള്ള അദ്ദേഹത്തിൻ്റെ കൊടി ആകാശത്തിന് മേലെയും ഭൂമിയും താഴെയുമായി വിസ്തരിച്ച് കിടക്കുന്ന അത്രയും വലുതാണ്. ആകാശത്തിനും ഭൂമിക്കും അദ്ദേഹത്തിന് അംഗീകാരമുണ്ടെന്ന് അർത്ഥം.